ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ ആലോചിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുലുക്കിയിരുന്നു. അടുത്ത മാസം ഇംഗ്ലണ്ടുമായുള്ള 5 ടെസ്റ്റുകളുടെ പരമ്പര ആരംഭിക്കാനിരിക്കെയാണ് ഇന്ത്യൻ ടീമിനെയും ആരാധകരെയും ഒരേപോലെ ഞെട്ടിക്കുന്ന ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ ആഴ്ചയാണ് റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ബാറ്റിംഗിലെ മറ്റൊരു നെടുന്തൂണായ കോഹ്ലിയും ഇതേ വഴി പിന്തുടരുന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ചും സെലക്ഷൻ കമ്മിറ്റി ചർച്ചകൾ നടക്കാനിരിക്കെ ടെസ്റ്റ് മതിയാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും BCCI കോഹ്ലി അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് പുനരാലോചിക്കാനാണ് അദ്ദേഹത്തോട് BCCI അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതേസമയം കോഹ്ലി ടെസ്റ്റിൽ നിന്നും പടിയിറങ്ങിയാൽ അതിലൂടെ നേട്ടമുണ്ടാക്കുന്ന ചില താരങ്ങളുമുണ്ട്. അദ്ദേഹം ഒഴിച്ചിട്ട കസേരയിലേക്ക് വിളിയെത്തുക ഇവരിൽ ഒരാൾക്ക് തന്നെയായിരിക്കും. സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യരാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. നേരത്തെ ടെസ്റ്റ് ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ടീമിൽ നിന്ന് പുറത്താണ്. 2021 ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന പരമ്പരയിലൂടെ റെഡ് ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമാണ് അദ്ദേഹം. കന്നി ടെസ്റ്റിൽ തന്നെ സെഞ്ചുറിയോടുകൂടി അദ്ദേഹം വരവറിയിക്കുകയും ചെയ്തു. പക്ഷേ വെറും 14 ടെസ്റ്റുകളിൽ മാത്രമേ ശ്രേയസ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ. 24 ഇന്നിങ്സുകളിൽ നിന്ന് 36 ശരാശരിയിൽ 811 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ഇതിൽ ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടും. കഴിഞ്ഞ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലാണ് ശ്രേയസ് അവസാനമായി ടീമിൽ കണ്ടത്. അതിനുശേഷം ഒഴിവാക്കപ്പെട്ടിരുന്നു. മറുനാടൻ മലയാളിയും വലങ്കൈ ബാറ്ററുമായ കരുൺ നായരാണ് അടുത്ത താരം. ഇന്ത്യക്ക് വേണ്ടി നേരത്തെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം പിന്നീട് ടെസ്റ്റിൽ ഒരുപാട് നാളുകളായി കളിച്ചിട്ട് ഇപ്പോൾ അൺക്യാപ്ഡ് താരമാണ് കരുൺ നായർ എന്ന് പറയാം. മുൻ ഇതിഹാസ നായകൻ സേവാഗിനോടാണ് അദ്ദേഹത്തെ അന്ന് ഉപമിച്ചത്. എന്നാൽ പിന്നീട് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. 2016 ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റിലാണ് അദ്ദേഹം പുറത്താവാതെ 303 റൺസ് കുറിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ അധികം അവസരങ്ങൾ ലഭിച്ചില്ല. 2018 ഇംഗ്ലണ്ട് ടീമിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചെങ്കിലും ആ പരമ്പരയിൽ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചതുമില്ല. പിന്നീടുള്ള ഒരു പ്രതീക്ഷ മലയാളി താരം സഞ്ജു സാംസണാണ്. എന്നാൽ അതൊരു വിദൂര സാധ്യത മാത്രമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. T20യിൽ സഞ്ജുവിൻ്റെ സാന്നിധ്യം സ്ഥിരമാണെങ്കിലും മറ്റ് ഫോർമാറ്റുകളിൽ കാര്യമായ ഇമ്പാക്റ്റ് സഞ്ജുവിനില്ല. അതുകൊണ്ട് സഞ്ജുവിന് അവസരം നേടാനുള്ള സാധ്യത കുറവാണെന്ന് പറയാം. യുവതാരം സർഫറാസ് ഖാനാണ് വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ കാരണം ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാനുള്ള മറ്റൊരു താരം. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ ടെസ്റ്റിൽ അരങ്ങേറിയിരുന്നു. അന്ന് കോഹ്ലിയുടെ അസാന്നിധ്യമാണ് സർഫറാസിന് അരങ്ങേറ്റത്തിന് വഴിയൊരുക്കിയത്. പക്ഷെ വെറും 6 ടെസ്റ്റുകൾ മാത്രമേ സർഫറാസ് ഇതിനോടൊപ്പം തന്നെ കളിച്ചിട്ടുള്ളൂ. ടീമിനകത്തും പുറത്തുമായി തുടരുകയാണ് താരം. കോഹ്ലി വിരമിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരാൻ സർഫറാസിന് സാധിക്കുമെന്നാണ് പലരും വിലയിരുത്തുന്നത്.